Asia Vision Movie Awards, in between all the awards, we thought we'll mix it up. എന്ത് ചെയ്യണം? നമുക്കൊരു വൺ മാൻ ഷോ ആയാലോ? എന്ത്? വൺ മാൻ ഷോ. ഓ, ഞാൻ വിചാരിച്ചു തമാശയായാലോ. ഓക്കെ, തമാശ വൺ മാൻ ഷോ ഒക്കെ സിമിലർ അല്ലേ? അതെ, സിമിലർ ആയിട്ട് വരും. ആര് വരും? വൈശാഖ് ചെയ്യോ? ഞാൻ ചെയ്താൽ കുറച്ച് ഓവറാവും. അതുകൊണ്ട് നമുക്ക് ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, സുനീഷ് വാർനാഥ്. Why not? അപ്പം നമുക്ക് വേണ്ടി just to give you a breather in between all these awards, സുനീഷ് വാർനാഥ് ഇതാ എത്തുന്നു with a one man show. ഹൃദയത്തിൽ നമ്മുടെ നാടിനോടിൻ്റെ നന്മയും മനസ്സിലെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഈ സദസ്സിലെ മഹനീയ കലാസ്വാദകർക്ക് ഓരോരുത്തർക്കും ഈ എളിയ കലാകാരൻ്റെ സ്നേഹോഷ്മളമായ ഹൃദയം നിറഞ്ഞ ഹൃദയം തൊട്ട കൂപ്പുകൈ. ഷാർജയിൽ നിന്നും ഒരു നല്ല കൈയടിയാണ് എന്നെപ്പോലുള്ള ചെറിയ കലാകാരൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട് മൊത്തം ചേഞ്ചിൻ്റെ ഒരു കാലമാണ്. ഒരു ചേഞ്ചിന് വേണ്ടി വോട്ട് ചെയ്തു. ഇപ്പോൾ ചേഞ്ചിന് വേണ്ടി നാട്ടുകാർ മുഴുവൻ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ക്യൂ നിൽക്കണ്ട, നാട്ടിൽ പോയാൽ ക്യൂ നിൽക്കേണ്ടി വരും. മൊത്തം ആൾക്കാരും ക്യൂ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായി ക്യൂ നിൽക്കാൻ അറിയാവുന്നത് നമ്മൾ മലയാളികൾക്കാണ്. കാരണം ബിവറേജിന് മുന്നിൽ ക്യൂ നിന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് മാത്രമേ കാര്യമായുള്ളൂ, മറ്റുള്ളവർക്ക് കുറച്ച് കുറവാണ്. ഞാൻ ചേഞ്ചിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിൽ അവതരിപ്പിക്കുന്ന പിഷാരടി ആകുമ്പോൾ കുറച്ച് ചേഞ്ച് വേണം. ചേഞ്ച് ആയി പുറകിൽ നിന്നയാൾ മുൻപിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെയും ഒരു ചേഞ്ചാണ്. ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ ചില രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടായ നോട്ട് മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവതരിപ്പിക്കാനാണ് ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്കും ഈ പരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. ആദ്യം വരുന്നത് മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും എൻ്റെ പരിപാടി കാണാൻ സഖാവ് മുമ്പിലുണ്ട്. ഞാൻ ചോദിച്ചു, സഖാവ് എങ്ങനെയുണ്ട് എൻ്റെ പരിപാടി? എന്തൊക്കെ ചോദിച്ചത്, നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ട്. അയക്കോ, നിന്നെ പോലെ കുറേ എണ്ണമുണ്ടല്ലോ എന്നെ വിറ്റു ജീവിക്കുന്നവർ എന്നാണ്. ഇന്ത്യയുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആൻ്റണി സാറ് ടി വിയിൽ ഇംഗ്ലീഷാണ് കൂടുതൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഇംഗ്ലീഷാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിച്ചിട്ടാണോ പറയുന്നത് എന്ന് പോലും തോന്നിപ്പോവും. ഇന്നലെയും പറയുന്നത് കേട്ടു, ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്. എന്തോ ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്. All Indians are facing lots of problems. In Delhi, Sonia Gandhi facing problems with her son Rahul Gandhi. I have no problem. കാരണം എൻ്റെ കയ്യിൽ പണ്ടും 5 പൈസയില്ല, ഇപ്പോഴും 5 പൈസയില്ല. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ അഴിമതിക്കാർക്ക് സ്ഥാനമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അഴിമതിക്കാർക്ക് സ്ഥാനമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ തന്നെ ഹൗസ്ഫുള്ളാണ്. പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല. ഞാൻ ഡൽഹിയിൽ പോയി ഹിന്ദി പഠിച്ചു. മേ വച്ചാൽ ഹോം വയ്ക്കും, തും വച്ചാൽ ഹോ വയ്ക്കും, ആപ്പ് വച്ചാൽ തിരിച്ചു വയ്ക്കും. അത് ഡൽഹി ആണെങ്കിലും കേരളമാണെങ്കിലും കോൺഗ്രസ്സുകാരൻ ആപ്പ് തന്നാൽ തിരിച്ചു വയ്ക്കും. ഇപ്പം കള്ളപ്പണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ കൂടെ നിൽക്കണം എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഏഷ്യ വിഷൻ്റെ അവാർഡ് മേടിച്ചെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഒരു കൈയടിയാവാം. ഇപ്പോൾ A ഗ്രൂപ്പ് മാത്രമേ കൈയടിച്ചിട്ടുള്ളൂ, മറ്റു ഗ്രൂപ്പുകാരുടെ കൈയടി വന്നിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയാണ് എന്ത് ചോദിച്ചാലും ഉത്തരവുള്ള ആളായിരുന്നു. ഇലക്ഷന് തോറ്റപ്പോൾ ചോദിച്ചു, സാർ LDF UDF ജനങ്ങളുടെ കണ്ടിലുണ്ടിയാണ്. എന്നിട്ട് ഇലക്ഷന് തോറ്റല്ലോ, ഇലക്ഷന് പൊട്ടിപ്പോയില്ലേ, കണ്ണിലുണ്ടി വന്നാൽ എന്ത് ചെയ്യും? കുത്തി പൊട്ടിക്കും. അത്ര ആളുകൾ ചെയ്തു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ പറയുന്നത്, ആദ്യം മോഡി പറഞ്ഞു അക്കൗണ്ട് തുടങ്ങാൻ. കുറേ ആൾക്കാർ അക്കൗണ്ട് തുടങ്ങിയില്ല. ആധാർ എടുക്കാൻ പറഞ്ഞു, കുറേ ആൾക്കാർ ആധാർ എടുത്തില്ല. ഇപ്പം പണി കിട്ടി. കള്ളപ്പണം കൊടുക്കാൻ പറഞ്ഞു, പല ആൾക്കാരും കൊടുത്തില്ല. കൊടുക്കാത്തവർക്കൊക്കെ പണി കിട്ടി. ഇനി എനിക്ക് പറയാനുള്ളത്, മോഡി കുറച്ചു നാളായി പറയുന്നുണ്ട്, ശൗചാലയം എല്ലാവരും ഉണ്ടാക്കണം. പെട്ടെന്നുണ്ടാക്കിക്കൊള്ളണം.
ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫെവിക്കോൾ വെച്ചടയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും.